നമസ്കാരം. ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെമസ്റ്റർ കോമൺ പേപ്പറായിട്ടുള്ള ലിറ്റ്മോസ്ഫിയറിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ടു പോസ്റ്റെറിറ്റി എന്ന ലൂയിസ് മാഗ്നസിൻ്റെ കവിതയാണ്. ആദ്യം നമുക്ക് പോയറ്റിൻ്റെ ബയോഗ്രഫിയിലേക്ക് കടക്കാം. ലൂയിസ് മാഗ്നസ് 1907 to 1963. He was an Irish poet and playwright from Northern Ireland and a member of the Auden group, which also included W.H. Auden, Stephen Spender and Cecil D. Lewis. ഒരു ഐറിഷ് കവിയും നാടകൃത്തുമാണ് ലൂയിസ് മാഗ്നസ്. കൂടാതെ W.H. ഓഡൻ, സ്റ്റീഫൻ സ്പെൻഡർ, സെസിൽ ഡെ ലെവിസ് എന്നിവരടങ്ങുന്ന ഓഡൻ ഗ്രൂപ്പിലെ ഒരു മെമ്പർ കൂടിയാണ് ലൂയിസ് മാഗ്നസ്. ഇനി നമുക്ക് ലൂയിസ് മാഗ്നസിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിലേക്ക് കടക്കാം. Magnus's first book of poetry, Blind Fireworks, appeared in 1929, followed by more than a dozen other volumes. 1929 ആദ്യമായിട്ടുള്ളൊരു കവിത പബ്ലിഷ് ചെയ്യുന്നത് ബ്ലൈൻഡ് ഫയർവർക്സ് എന്നാണ് അതിൻ്റെ പേര്. പിന്നീട് ഒരുപാട് കൃതികൾ, പ്രത്യേകിച്ച് പോയംസ് 1935, ഓട്ടം ജേണൽ 1939, കളക്റ്റഡ് പോയംസ് ആൻഡ് പോസ്റ്റമസ്ലി ദ ബേണിംഗ് പേർച്ച് 1963. അതിനകത്ത് ദ ബേണിംഗ് പേർച്ച് എന്ന് പറയുന്ന കവിത മരണാനന്തരമായിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇത്രയാണ് മാഗ്നസിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഈ കവിതയുടെ ടൈറ്റിൽ ടു പോസ്റ്റെറിറ്റി എന്നാണ്. പോസ്റ്റെറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ എന്നാണ്, വരുന്ന തലമുറ എന്നാണ്. അപ്പോൾ ഈ കവിതയിലുടനീളം കവി പറയാൻ ശ്രമിക്കുന്നത് അയാളുടെ വ്യാകുലതകളാണ്, ആങ്സൈറ്റീസ് ആണ്. ഹി കൺസേൺഡ് അബൌട്ട് ഫ്യൂച്ചർ, ഭാവിയെപ്പറ്റി ഒരുപാട് വ്യാകുലതകൾ അയാൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു 7 ലൈൻ കവിതയ്ക്കകത്ത് കവി ഈ സമയത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും വരാൻ പോകുന്ന തലമുറയുടെ പ്രശ്നങ്ങളും കൂടി പറയാൻ ശ്രമിക്കുകയാണ്. ദ പോയം ടു പോസ്റ്റെറിറ്റി ഇൻ ഈസ് 1957 കളക്ഷൻ വിസിറ്റേഷൻസ്, 1957 ഇറങ്ങിയിട്ടുള്ള വിസിറ്റേഷൻസ് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലാണ് ടു പോസ്റ്റെറിറ്റി എന്ന് പറയുന്ന ഈ കവിത പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ളത്. ടു പോസ്റ്റെറിറ്റി ഈസ് ആൻ അൺയൂഷ്വൽ പോയം ടു ഡെഡിക്കേറ്റ് ടു വെൽ പോസ്റ്റെറിറ്റി. അപ്പോൾ ഈ ഒരു കവിത ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് വരാൻ പോകുന്ന തലമുറയോടാണ്. ആൾദോ മാഗ്നസ് ഓൺലി ഹാഡ് എ ഫ്യൂ മോർ ഇയേഴ്സ് ടു ലിവ് ഇൻ 1957. അതായത് 1957 ഈ കവിത എഴുതുന്നത്. അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 6 വർഷത്തിന് ശേഷം 1963 കവി അന്തരിക്കാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ കവിയുടെ മരണത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കവിത എഴുതുന്നത്. മാഗ്നസ് ടച്ചസ് ഓൺ ദ ഇഷ്യൂസ് വിച്ച് ട്രബിൾ അസ് ടുഡേ, technology and social media cutting us off from each other and from nature. ഇതിനകത്ത് പറയുന്ന തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയും സോഷ്യൽ മീഡിയയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ അന്ന് മുൻകൂട്ടി കാണാൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് 1957. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ മിക്ക സമയം നമ്മൾ ചിലവഴിക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണ്. അതിനർത്ഥം നമ്മൾ മറ്റൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സംസാരിക്കാനോ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല, ബുക്കുകൾ വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല, മാത്രമല്ല നമ്മൾ പ്രകൃതിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. മനുഷ്യൻ മുഴുവനും ഈ മീഡിയയിലകത്ത് മുഴുകി പോകുന്ന ഈ ഒരു സമയത്തെ മുൻകൂട്ടി കാണാൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. കവിയുടെ ഏറ്റവും വലിയ ഒരു കൺസേൺ എന്ന് പറയുന്നത് ബുക്കുകളെ പറ്റിയാണ്. ഇതിനകത്ത് ബുക്കുകൾ എന്ന് പറയുന്നതും കാലക്രമേണ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടും എന്നുള്ള വ്യാകുലതയാണ് ഈ കവിതയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഏതായാലും കവിതയിലേക്ക് കടക്കാം. വെൻ ബുക്സ് ഹാവ് all seized up like the books in graveyards, and reading and even speaking have been replaced by other less difficult media. We wonder if you will find in flowers and fruit the same color and taste they held for us for whom they were framed in words. And will your grass be green, your sky blue, or will your birds be always wingless birds? ഇനി നമുക്കിതിലെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. വെൻ ബുക്സ് ഹാവ് all seized up like the books in graveyards. അപ്പോൾ അതിനകത്ത് പറയുന്നത് വെച്ചാൽ ബുക്കുകൾ എന്താണ്, അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്, അത് നശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയണം. ആ സെയ്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ടു സ്റ്റോപ്പ് വർക്കിംഗ് എന്നാട്ടോ. അതായത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നശിക്കുക അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് പറയുന്നതിനാണ് നമ്മൾ സെയ്സ് എന്ന് പറയാം. അപ്പോൾ ഇതുവരെ ഈ നൂറ്റാണ്ട് വരെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വായന എന്നുള്ള റീഡിങ് അല്ല ബുക്സ് എന്നുള്ള ഈ ഒരു അവസ്ഥ ഇനി ഇല്ലാതാവാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അതിനയാൾ റിലേറ്റ് ചെയ്യുന്നത് ഗ്രേവ്യാർഡുമായിട്ടാണ്. ഗ്രേവ്യാർഡ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം ശ്മശാനഭൂമി എന്നാണ്.
അതായത് മരിച്ചു കഴിഞ്ഞ മൃതശരീരങ്ങൾ മറവ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് ഗ്രേവ് യാർഡ്സ് എന്ന് പറയുക. ഈ ലൈൻസിനകത്ത് നമുക്കൊരു സിമിലി കണ്ടെത്താൻ കഴിയും. ഓൾ ദ ബുക്സിലെ എല്ലാ ബുക്കുകളെയും കമ്പയർ ചെയ്യുന്നത് എന്തുമായിട്ടാണ്? ബുക്സ് ഇൻ ഗ്രേവ് യാർഡ്സുമായിട്ടാണ്. അതായത് ലോകത്തിലുള്ള എല്ലാ ബുക്കുകളും നശിക്കപ്പെടും. ഏതുപോലെ? ഗ്രേവ് യാർഡ്സിലെ ബുക്കിനെ പോലെ, ശ്മശാനത്തിലെ ബുക്കുകളെ പോലെ എന്ന് പറയണം. അപ്പോൾ ഇതിനകത്ത് ഈ ശ്മശാനം എന്ന് ഉദ്ദേശിക്കുന്ന എല്ലാറ്റിൻ്റെയും നാശമാണല്ലേ, അതിനകത്തുള്ള ഒന്നും തിരിച്ചു വരില്ല. ബുക്സ് വിൽ ഫ്രോസൺ ലൈക്ക് റോക്സ് എന്നാണ്. അതായത് ബുക്കുകൾ മരവിച്ചു പോകും. എങ്ങനെ? ഈ റോക്സ് പോലെ, പാറകൾ പോലെ മരവിച്ചു പോകും, നശിച്ചു പോകും എന്ന് പറയണം. മാത്രമല്ല ബുക്സ് ഇൻ ഗ്രേവ് യാർഡ്സ് എന്ന് പറയുന്നത് റെഫറൻസ് ആണ്. പ്രശസ്ത കവിയായിട്ടുള്ള തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറഞ്ഞ കവിതയുടെ ഒരു റെഫറൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനകത്ത് പറയുന്ന പോലെ ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഗ്രേവ് യാർഡ്സിനകത്തുള്ളത്. അപ്പോൾ അതുപോലെ ലോകത്തിലുള്ള എല്ലാ ബുക്കുകളും ഗ്രേവ് യാർഡ്സിലെ ബുക്കുകളെ പോലെ നശിച്ചു പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലൈനകത്ത് പറയുന്നത് വെച്ചാൽ ഈ ബുക്കുകൾ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആൻഡ് റീഡിങ് ആൻഡ് ഈവൻ സ്പീക്കിംഗ് ഹാവ് ബീൻ റീപ്ലേസ്ഡ് ബൈ അതർ ലെസ് ഡിഫിക്കൽട്ട് മീഡിയ. അപ്പോൾ പിന്നീട് പറയുന്ന കവി എന്താ വെച്ചാൽ റീഡിങ് ആൻഡ് ഈവൻ സ്പീക്കിംഗ്, നമ്മൾ എഴുതുന്നതും നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ ഹാവ് ബീൻ റീപ്ലേസ്ഡ്, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്താ മാറ്റിയിട്ടുള്ളത്? ബൈ അതർ, വേറൊന്നാണ് ആ സ്ഥലം കൈയടക്കിയിട്ടുള്ളത്. ആരാണ്? ലെസ് ഡിഫിക്കൽട്ട് മീഡിയ, അത്ര ബുദ്ധിമുട്ടില്ലാത്ത മീഡിയയാണ് ഇപ്പോൾ ആ ബുക്കുകളുടെയും അതുപോലെ എഴുത്തിൻ്റെയും വായനയുടെയും സംസാരത്തിൻ്റെയും ഒക്കെ ആ സ്ഥലം കയ്യേറിയിരിക്കുന്നത് മീഡിയയാണ്. പ്രത്യേകിച്ച് കവി ആ ഒരു കാലഘട്ടത്തിൽ 1957 കാലഘട്ടത്തിലൊക്കെ BBC വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കവിക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. കാരണം റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ പോലെയുള്ള ആധുനിക മാധ്യമങ്ങൾ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് 1957 എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കവി മുൻകൂട്ടി കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഈ കവിതയുടെ പ്രസക്തി എന്ന് പറയുന്നത്. കാരണം ഈ 2021 കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ മീഡിയം അല്ലെങ്കിൽ ഓൺലൈൻ ടീച്ചിങ്ങും ക്ലാസ്സസായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കവി അത് മുൻകൂട്ടി കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, റീഡിങ് ആൻഡ് ഈവൻ സ്പീക്കിംഗ് ഹാവ് ബീൻ റീപ്ലേസ്ഡ് ബൈ അതർ ലെസ് ഡിഫിക്കൽട്ട് മീഡിയ എന്ന് പറയുന്നുണ്ട്. അത്ര ബുദ്ധിമുട്ടില്ലാതെ, കാരണം യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള ഈ മീഡിയ ഇപ്പോൾ ജനങ്ങളുടെ ബുക്കുകൾക്കും അല്ലെങ്കിൽ വായനയ്ക്കും സംസാരത്തിനൊക്കെ പകരമായിട്ട് അവിടെ മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. വി വണ്ടർ ഇഫ് യു വിൽ ഫൈൻഡ് ഇൻ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട് ദ സെയിം കളർ ആൻഡ് ടേസ്റ്റ്. വ്യത്യസ്തതരം കളറുകൾ അല്ലെങ്കിൽ വ്യത്യസ്തതരം ചിത്രങ്ങൾ നമുക്ക് ബുക്കുകളിൽ കാണാൻ കഴിയും. പ്രത്യേകിച്ച് കളേഴ്സ് ആൻഡ് ടേസ്റ്റ് ആർ സീൻ ഇൻ ബുക്സ് ലൈക്ക് വേർഡ്സ് എന്നാണ് അല്ലേ. വരികളായിട്ട് നമുക്ക് വ്യത്യസ്തതരം കളറുകളും അല്ലെങ്കിൽ വ്യത്യസ്തതരം ടേസ്റ്റുകളും നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷേ ഇപ്പം കാണുന്ന ഈ ഒരു മാധ്യമത്തിൽ കാണുന്ന ടേസ്റ്റുകളോ അല്ലെങ്കിൽ കളേഴ്സോ ഒക്കെ എന്താണ്? സെയിം കളർ എന്നാണ്, ഒരേ കളറാണ്, അതേപോലെ തന്നെ ഒരേ ടേസ്റ്റാണ്, അതിന് വ്യത്യസ്തതയില്ല. അതായത് ബുക്കുകളുടെ പ്രാധാന്യത്തെ പറ്റിയാണ് ഇവിടെ പിന്നെയും കവി പറയുന്നത്. എന്താ വെച്ചാൽ ആ ബുക്കുകളിലൂടെ നമ്മൾ വായിക്കുന്ന ആ ഒരു കാഴ്ചകൾ, നമ്മൾ അനുഭവിക്കുന്ന ആ രുചിഭേദങ്ങൾ, ഇതൊക്കെ ബുക്കുകളിനകത്ത് മാത്രമേ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. അത് ഈ മീഡിയയ്ക്ക് കഴിയില്ല എന്നാണ് പറയുന്നത്. വി വണ്ടർ ഇഫ് യു വിൽ ഫൈൻഡ് ഇൻ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട് ദ സെയിം കളർ ആൻഡ് ടേസ്റ്റ് ദേ ഹെൽപ്പ് ഫോർ us ഫോർ whom they were framed in words. ഈ ലൈൻസിലൂടെ കവി പറയുന്ന കാര്യം ഓൾറെഡി പറഞ്ഞ ആ ബുക്കുകളുടെ റെലവൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ബുക്കുകൾ വായിക്കുന്ന സമയത്ത് ദ ബ്യൂട്ടി ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ ഭംഗി ആയിക്കോട്ടെ, ദ ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് അല്ലേ, പഴങ്ങളുടെ രുചി ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ബുക്കുകളിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് നോക്കൂ, ദേ വർ ഫ്രെയിംഡ് ഇൻ വേർഡ്സ്, ഇതൊക്കെ നമുക്ക് വാക്കുകളായിട്ട് കാണാൻ കഴിയും. ഒരു കവിത വായിക്കുന്ന സമയത്തോ ബുക്കുകൾ വായിക്കുന്ന സമയത്തോ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ഈ ബുക്കുകൾ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ, ഈ ബുക്കുകൾ നശിച്ചു പോയി കഴിഞ്ഞാൽ വരുന്ന തലമുറയ്ക്ക് അത് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, യു വിൽ ഫൈൻഡ് ഇൻ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട് ദ സെയിം കളർ ആൻഡ് ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ ബുക്കുകളിൽ വായിക്കുന്ന ആ കളറുകൾക്കും അല്ലെങ്കിൽ ആ ഒരു അനുഭൂതിക്കും അപ്പുറത്തായിട്ട് നിങ്ങൾ ഈ ന്യൂ മീഡിയാസ് അല്ലെങ്കിൽ മീഡിയാസിലൂടെ അനുഭവിക്കുന്ന കളറുകളായിക്കോട്ടെ, ടേസ്റ്റ് ആയിക്കോട്ടെ, അതൊക്കെ സെയിം ആയിരിക്കും എന്ന് പറയാം. ഒരു വ്യത്യസ്തതയില്ലാത്ത ഒരേപോലെയുള്ള കളറുകളായിരിക്കും, ഒരേപോലെയുള്ള അനുഭൂതികളായിരിക്കും, ഒരേപോലെയുള്ള രുചികളായിരിക്കും നിങ്ങൾക്ക് മീഡിയാസിനകത്ത് കണ്ടെത്താൻ കഴിയുക. അപ്പോൾ ബുക്കുകളുടെ പ്രാധാന്യത്തെ പറ്റിയാണ് പിന്നെയും കവി ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലൈൻ നോക്കൂ, ആൻഡ് വിൽ യുവർ ഗ്രാസ് ബി ഗ്രീൻ, യുവർ സ്കൈ ബ്ലൂ, ഓർ വിൽ യുവർ ബേർഡ്സ് ബി ആൾവേസ് വിംഗ്ലെസ് ബേർഡ്സ്. ഈ ലൈൻസ് അവസാനിക്കുന്നത് കുറച്ച് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസിലൂടെയാണ്. കവി തൻ്റെ വരുന്ന തലമുറയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, തൻ്റെ ആകുലതകൾ ചോദിക്കുകയാണ്. അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് കവിക്കും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് സത്യം. അതായത് വരാൻ പോകുന്ന തലമുറ പുസ്തകങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. വാട്ട് വിൽ ഹാപ്പൻ ടു യുവർ ഗ്രീൻ ഗ്രാസ്, നിങ്ങളുടെ പച്ച പുൽത്തകിടികൾക്ക് എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ യുവർ ബ്ലൂ സ്കൈ, നിങ്ങളുടെ നീലാകാശത്തിന് എന്ത് സംഭവിക്കും?
അതുകൂടാതെ വാട്ട് വിൽ ഹാപ്പൻ യുവർ ബേർഡ്സ്, നിങ്ങളുടെ പക്ഷികൾക്ക് എന്ത് സംഭവിക്കും? ബി ആൾവേസ് വിംഗ്ലെസ് ബേർഡ്സ്, അതെപ്പോഴും ചിറകില്ലാത്തൊരു പക്ഷികളാണോ എന്നാണ് ചോദിക്കുന്നത്. അതിനർത്ഥം ചിറകില്ലാത്ത പക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിംഗ്ലെസ് ബേർഡ്സ് എന്ന് പറയുന്നത് ചിറകുകളില്ലാത്ത പക്ഷികളായിട്ട് മാറുന്ന പറയുന്നത്. ഇതിനകത്ത് ചിറക് എന്ന് ഉപയോഗിക്കാനുള്ള കാരണം ഇമാജിനേഷനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. അതായത് ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് ആ വായനക്കാരന് ഒരുപാട് സങ്കല്പ ലോകത്തിലേക്ക് കടന്നു പോകാനും ചിന്തിക്കാനൊക്കെ ഈ ബുക്കുകൾ അതിന് കാരണമാവുന്നുണ്ട്. പക്ഷേ ഈ പുതിയ മീഡിയാസ് അതൊരിക്കലും നമ്മുടെ ഇമാജിനേഷൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവരെപ്പോഴും യാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകുകയാണ് ചെയ്യുക. അവൻ്റെ സങ്കല്പ ലോകത്തിലേക്ക് പറന്നു പോകാനും അവന് ചിറകുകളിൽ ഉണ്ടാവില്ല, അവന് ഈ ആകാശത്തിലെ നീലനിറം അവന് ഉണ്ടാവില്ല, അവനെ പച്ച പുൽത്തകടി അവന് നഷ്ടപ്പെടും. അങ്ങനെ ഒരു വായനക്കാരന് കിട്ടേണ്ട എല്ലാ ഗുണങ്ങളും ഈ ബുക്കുകൾ അവസാനിക്കുന്നതോട് കൂടിയിട്ട് അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പറയുന്നു. അപ്പോൾ വരുന്ന തലമുറ ഇനി വലിയൊരു വിപത്തിലേക്ക് നയിക്കുകയാണ്. അവരുടെ എല്ലാ സങ്കല്പ ലോകങ്ങളും അവസാനിക്കുകയാണ്. അതുമാത്രമല്ല, പുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന ഒരു അനുഭൂതി അത് വരുന്ന തലമുറയ്ക്ക് നഷ്ടപ്പെടും എന്നാണ് കവി ഇതിലൂടെ പറയുന്നത്. ഈ കവിതയുടെ ഒരു ജിസ്റ്റ് ഓഫ് ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് വിൽ ഡിസപ്പിയർ ഫ്രം ദ എർത്ത് തന്നെയാണ്. അതായത് ബുക്കുകൾ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് പോകുമെന്ന് പറയും. ഈ ബുക്കുകൾക്ക് പകരം ഒരുപാട് ഓൺലൈൻ മീഡിയാസ് അല്ലെങ്കിൽ ഇ ബുക്സുകളൊക്കെ ഇൻ്റർനെറ്റും അല്ലെങ്കിൽ ICT ഒക്കെ കടന്നു വരികയും ബുക്കുകളുടെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നുള്ളൊരു വ്യാകുലത കവിക്കുണ്ട്. അത് ഈ ഒരു വരികളിലൂടെ അവതരിപ്പിക്കാൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.